അങ്ങനെ ടെസ്റ്റ് തുടങ്ങി. ഇംഗ്ലണ്ടിനാണ് ടോസ് കിട്ടിയത്. നമുക്കറിയാം പിച്ച് വളരെ സ്പിൻ അനുകൂലമായിട്ടുള്ളൊരു പിച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ടോസ് കിട്ടിയവർ ബാറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം ഓരോ നിമിഷവും പൊക്കോണ്ടിരിക്കും തോറും പിച്ച് ഭയങ്കരമായിട്ടും എന്താ പറയുക ഹാർഡായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്പിന്നിന് അനുകൂലമായിക്കൊണ്ടിരിക്കും. അപ്പം ഇംഗ്ലണ്ടിന് അങ്ങനെ ബാറ്റിംഗ് ലഭിച്ചു. അവർ ബാറ്റിംഗ് തന്നെ ടോസ് ലഭിച്ചു, അവർ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷം സാക് റോഡിയും അതുപോലെ തന്നെ ഡക്കറ്റും കൂടെ മികച്ച രീതിയിലുള്ള സ്റ്റാർട്ട് തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഏകദേശം 52 റണ്ണോ ഒരു 50 പാർട്ണർഷിപ്പ് അവർ ഓപ്പണിങ്ങിൽ തന്നെ കൂട്ടിച്ചേർത്തു. ആദ്യമൊക്കെ സിറാജിന് ബുംറയൊക്കെ കുറച്ച് ഒന്ന് അടിച്ച് ഒന്ന് കളിച്ചെങ്ങനെ, കാരണം അവർക്കറിയാം കഴിയുമ്പോൾ സ്പിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്കോറിങ്. അതുകൊണ്ട് പേസ് ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡിലായിരുന്നു ഡങ്കറ്റും അതുപോലെ തന്നെ ആക്രോളിയും ഓപ്പണിങ്ങിൽ എത്തിയിരുന്നത്. അപ്പം അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായാലും ഫലം കണ്ടു എന്ന് തന്നെ പറയണം. കാരണം അത്തരത്തിലുള്ള ഒരു പിച്ചിൽ 50 പാർട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം രോഹിത് ശർമ്മ എന്തായാലും വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡിങ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പം ഏകദേശം 8 ഓവർ വരെ പേസ് ബോളേഴ്സിനെ കൊണ്ട് സിറാജും ബുംറയും മാറി എറിഞ്ഞു. പക്ഷേ വിക്കറ്റുകളൊന്നും കിട്ടിയില്ല. കുറെ നല്ല വേരിയേഷൻസും ബോളുകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യമൊക്കെ കുറെ അറ്റാക്ക് ഒരു 4 ഓവർ വരെ അറ്റാക്ക് ചെയ്ത് നിന്ന അവരെ അടുത്ത ഒരു 4 ഓവറിലേക്ക് അധികം അനക്കാതെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനായിട്ട് സിറാജിനും ബുംറയ്ക്കും കഴിഞ്ഞു. അപ്പം പക്ഷേ അധികം റിസ്ക് എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രോഹിത് ശർമ്മ സ്പിന്നിനെ കൊണ്ടുവന്നു. ആദ്യ ഓവർ ജഡേജയ്ക്ക് കൊടുത്തു, അതിന് അശ്വിന് കൊടുത്തു. എന്തായാലും ഫലം കണ്ടു. ഓപ്പണേഴ്സിന് എന്തായാലും അവർക്ക് നഷ്ടമായി. സാക്രോളി ആണേലും ഡങ്കറ്റ് ആണേലും, നേരത്തെ തന്നെ ഡങ്കറ്റാണ് വളരെ ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തെയും പുറത്താക്കി. അശ്വിനും ജഡേജയും രണ്ടുപേരും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു വിക്കറ്റോടെ നമ്മുടെ അശ്വിൻ സ്വന്തമാക്കി. ഏകദേശം 55 റൺസ് വരെയും ഒരു വിക്കറ്റ് പോകാതെ നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും 60-3 അവർ കോപ്പ് എത്തിയത്. എന്തായാലും ഇപ്പം നിലവിൽ 108 റൺസാണ്. അതായത് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ റൂട്ടും ബെയർസ്റ്റോയും കൂടെ തമ്മിൽ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. റൂട്ട് 18 റണ്ണും അതുപോലെ ബെയർസ്റ്റോ 32 റൺസുമാണ്. ബെയർസ്റ്റോ ഇച്ചിരി അറ്റാക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം 28 ഓവറിൽ 108-3 എന്നുള്ള നിലയിലാണ് ഇപ്പം കറന്റ്ലി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനിയുള്ള സെക്കൻഡ് സെക്ഷൻ. എന്തായാലും ഈ സെക്ഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മേൽക്കൈ ഉണ്ടായി എന്ന് തന്നെ പറയാം. കാരണം വിക്കറ്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 വിക്കറ്റുകൾ എടുത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളാണ് ഒരു പടി മുകളിൽ നിൽക്കുന്നത്. സെക്കൻഡ് സെക്ഷൻ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. സെക്കൻഡ് സെക്ഷൻ പിച്ച് ഇപ്പം തന്നെ കുറച്ചുകൂടെ ഹാർഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേണും ബൗൺസും ഒക്കെ കിട്ടി വരുന്നുണ്ട്. അപ്പം അശ്വിനും ജഡേജയും അക്ഷർ പത്തേനും എത്രയും ഇതിലാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് എന്തായാലും നോക്കാം. സെക്കൻഡ് സെക്ഷന് ശേഷം നമ്മൾ ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.